തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ, ആരാധനയൻ യേശുവേ. പ്രൈസ് ദി ലോർഡ്. മാറാനാത്ത ശുശ്രൂഷകളിലേക്ക് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഓരോ വചന ശുശ്രൂഷകളിലൂടെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായിട്ടുള്ള നിറവും അഭിഷേകവും നമുക്ക് നൽകാൻ പിതാവായ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ഈ സമയത്ത് നല്ല ദൈവത്തോട് അവിടുത്തെ ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി തീക്ഷ്ണമായി നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ച് കുറച്ചും കൂടെ തീക്ഷ്ണതയോടും കുറച്ചും കൂടെ ആഗ്രഹത്തോടും കുറച്ചും കൂടെ ദാഹത്തോടും കൂടെ ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് നിറയപ്പെടാൻ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അഭിഷേകം നമ്മളിലേക്ക് നിറഞ്ഞ് വചനം അനുസരിച്ച് ജീവിക്കാനും അഭിഷേകങ്ങൾ കൊയ്തെടുക്കാനും വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നല്ലവനായ കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. വചനം കേൾക്കുന്ന സകല മക്കളുടെ മേലും നിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം നൽകി എല്ലാവരെയും ഉണർത്തണമേ, ശക്തിപ്പെടുത്തണമേ. നിൻ്റെ കൃപാമാരി സകലരിലേക്കും അങ്ങ് ധാരയായിട്ട് വർഷിച്ച് കൃപ കൊണ്ട് നിറയ്ക്കണമേ, ശക്തി കൊണ്ട് നിറയ്ക്കണമേ, രക്തം കൊണ്ട് കഴുകണമേ, ശുദ്ധീകരിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകുവാൻ വേണ്ടി, കൃപയുണ്ടാകുവാൻ വേണ്ടി, വിടുതലുണ്ടാകുവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അത് 50-ാം സങ്കീർത്തനത്തിൻ്റെ 14-ാമത്തെ വാക്യമാണ്. കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി. കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി. വീണ്ടും 50-ാം സങ്കീർത്തനം 23-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വചനം പഠിപ്പിക്കുന്നു: ബലിയായി കൃതജ്ഞത അർപ്പിക്കുന്നവൻ എന്നെ ബഹുമാനിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബലിയായി കൃതജ്ഞത അർപ്പിച്ച് ദൈവത്തെ ബഹുമാനിച്ച് അഭിഷേകങ്ങൾ കൊയ്തെടുത്ത വിടുതൽ പ്രാപിച്ച ധാരാളം മക്കളെ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. പ്രായോഗികമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും നമ്മൾ കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ ബലിയായ കൃതജ്ഞത അർപ്പിച്ച് വിടുതൽ പ്രാപിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് പഴയ നിയമത്തിലെ യോനാ പ്രവാചകനാണ്. ഹല്ലേലൂയ. യോനാ പ്രവാചകൻ്റെ പ്രത്യേകത, അനുസരണക്കേട് കാണിച്ച ഒരു പ്രവാചകൻ. ദൈവം പറഞ്ഞു നീ നിനിവേയിലേക്ക് പോകണം, പക്ഷേ യോന താർശിഷിലേക്ക് പോയി. അനുസരണക്കേട് കാണിച്ച യോനായെ വിഴുങ്ങാൻ ദൈവം ഒരു മത്സ്യത്തെ നിയോഗിച്ചു. അങ്ങനെ മത്സ്യം യോനായെ വിഴുങ്ങി. യോന മത്സ്യത്തിൻ്റെ ഉദരത്തിലായിരുന്ന സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ച മനോഹരമായ പ്രാർത്ഥനയാണ് യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിലുള്ളത്. അതിൽ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: മത്സ്യത്തിൻ്റെ ഉദരത്തിൽ വെച്ച് യോന തൻ്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരം അരുളി. പാതാളത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു, അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു. പ്രിയപ്പെട്ടവരെ, മത്സ്യത്തിൻ്റെ ഉദരത്തിൽ വെച്ച് ആ ഒരു ബന്ധനത്തിൻ്റെ അവസ്ഥയിൽ കടന്ന്, ഒരു കഷ്ടപ്പാടിൻ്റെ അവസ്ഥയിൽ കടന്ന്, ഒരു തകർച്ചയുടെ മധ്യത്തിൽ കടന്ന് യോന തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, തൻ്റെ ദൈവത്തോട് നിലവിളിച്ചു. അതാണ് 120-ാം സങ്കീർത്തനം 1-ാം വാക്യം: എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കും, അവിടുന്ന് എനിക്ക് ഉത്തരമരുളും. കഷ്ടതയിൽ യോന ദൈവത്തെ വിളിച്ചു കരഞ്ഞു, ദൈവത്തെ വിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്തെന്നാണ് യോന പ്രാർത്ഥിച്ചത്? അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു. അതൊരു പ്രത്യാശയാണ്, അതൊരു പ്രതീക്ഷയാണ്, അതാണ് വിശ്വാസം. എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിക്കുമ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരം അരുളി. പാസ്റ്റ് ടെൻസ് ആണ്. അവിടുന്ന് എനിക്ക് ഉത്തരം അരുളി. അതാണ് വിശ്വാസം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോന കർത്താവിനോട് അങ്ങനെ പ്രാർത്ഥിച്ചു. അതിനുശേഷം യോന വീണ്ടും ഇങ്ങനെ പറയുകയാണ്: എങ്കിലും എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് എൻ്റെ ജീവനെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു. എൻ്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു. എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ അടുക്കൽ, അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലെത്തി. അതിനുശേഷം യോന പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് നമ്മളിന്ന് വളരെ പ്രധാനമായിട്ട് ചിന്തിക്കുന്നത്. അത് 2-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യമാണ്: ഞാൻ കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിച്ച്
അങ്ങേക്കു ബലി അർപ്പിക്കും. ഞാൻ കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിച്ച് അങ്ങേക്ക് ബലി അർപ്പിക്കും. യോനായുടെ കഷ്ടതയുടെയും തകർച്ചയുടെയും ബന്ധനത്തിൻ്റെയും മധ്യത്തിൽ വെച്ച് യോന കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിച്ച് ദൈവത്തിന് ബലി അർപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ ദൈവം മത്സ്യത്തോട് കൽപ്പിച്ചു. മത്സ്യം യോനായെ ഛർദ്ദിച്ചിട്ടു. പ്രിയപ്പെട്ടവരെ, തകർച്ചയുടെ മധ്യത്തിൽ, സങ്കടത്തിന്റെ മധ്യത്തിൽ, ക്ലേശത്തിന്റെ മധ്യത്തിൽ യോന ദൈവത്തിന് കൃതജ്ഞതയുടെ ബലി അർപ്പിച്ചപ്പോൾ ദൈവം മത്സ്യത്തോട് കൽപ്പിച്ചു. വിടുതലുണ്ടായി, വ്യത്യാസം ഉണ്ടായി, മോചനം ഉണ്ടായി. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഡെലിവറൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു വിടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു അഭിഷേകം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു സൗഖ്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, യോന പ്രാർത്ഥിച്ചതുപോലെ കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് ബലി അർപ്പിക്കുമ്പോൾ ദൈവം ഇടപെടും. സംശയമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോന കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിച്ച് ദൈവത്തിന് മഹത്വപ്പെടുത്തിയപ്പോൾ ദൈവം ഇടപെട്ടു. 78 സങ്കീർത്തനത്തിൻ്റെ 4 വാക്യം, അവരുടെ മക്കളിൽ നിന്ന് നാം അത് മറച്ചു വെക്കരുത്. കർത്താവ് പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങളും അവിടുത്തെ ശക്തിപ്രഭാവവും അത്ഭുത കൃത്യങ്ങളും വരും തലമുറയ്ക്ക് വിവരിച്ചു കൊടുക്കണം. ദൈവം ചെയ്ത അത്ഭുത കൃത്യങ്ങൾ മക്കൾക്കും മക്കളുടെ മക്കൾക്കും വിവരിച്ചു കൊടുക്കണം. നമ്മുടെ കുടുംബത്തിലേക്ക് കഴിഞ്ഞകാല ജീവിതത്തിൽ ദൈവം വർഷിച്ച ഓരോ അനുഗ്രഹങ്ങളെ ഓർത്ത് വിവരിച്ച് കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിച്ച് നന്ദിയുടെ ബലി ദൈവത്തിന് കരയറ്റുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നത്. അത് മറക്കരുത്. ഈശോ അതാ ചെയ്തത്. ഈശോ ലാസറിനെ ഉയർപ്പിക്കാൻ വേണ്ടി ലാസറിൻ്റെ ശവകുടീരത്തെങ്കിലേക്ക് വന്ന രംഗം യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൻ്റെ 38 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ്, യേശു വീണ്ടും നെടുവീർപ്പിട്ടുകൊണ്ട് ശവകുടീരത്തിങ്കൽ വന്നു. ഓക്കെ, ഈശോ ശവകുടീരത്തിങ്കിലേക്ക് നോക്കിയപ്പോൾ ഈശോ നെടുവീർപ്പിട്ടു. ഈശോയ്ക്ക് സങ്കടം ഉണ്ടായി, ഈശോ കരഞ്ഞു, ഈശോ വിലപിച്ചു. ആ ശവകുടീരത്തിങ്കിലേക്ക് നോക്കി കർത്താവ് കുറച്ച് സമയം കരഞ്ഞു. അതിനുശേഷം ഈശോ എന്ത് ചെയ്തു? ഈശോ കണ്ണുയർത്തി. തുടർന്ന് ഈശോ തൻ്റെ കണ്ണ് ആ ശവകുടീരത്തിങ്കിൽ നിന്ന് പറിച്ച് അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി. അവിടെ നിന്ന് ഇപ്രകാരം പിതാവിനോട് പ്രാർത്ഥിച്ചു, പിതാവേ, അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അതാണ് കൃതജ്ഞതയുടെ ബലി. പിതാവ് പ്രാർത്ഥന കേട്ടു, പിതാവ് പ്രാർത്ഥന ശ്രവിച്ചു, അതിന് നന്ദി പറഞ്ഞ് ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, തുടർന്ന് വ്യത്യാസം ഉണ്ടാകുകയാണ്, തുടർന്ന് വിടുതലുണ്ടാകുകയാണ്, തുടർന്ന് ഡെലിവറൻസ് ഉണ്ടാകുകയാണ്. തുടർന്ന് യേശു ഇപ്രകാരം പറഞ്ഞു, ലാസറെ നീ പുറത്തേക്ക് വാ. യേശു കൽപ്പിച്ചപ്പോൾ ലാസർ പുറത്തേക്ക് വന്നു. യേശു കൽപ്പിച്ചപ്പോൾ ജീവനുണ്ടായി. പ്രിയപ്പെട്ടവരെ, അതാണ് കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിച്ച് ദൈവത്തിന് ബലി അർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതൽ, ഒരു അഭിഷേകം, ഒരു അനുഗ്രഹം ഇരിപ്പുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത്. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ വചനങ്ങൾ വായിച്ചപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് വചനം അങ്ങോട്ട് സ്പർശിച്ചു. എനിക്ക് മനസ്സിലായി, ദൈവം തന്ന അനുഗ്രഹങ്ങളെ എണ്ണി പറഞ്ഞ് ദൈവത്തിന് ബലി അർപ്പിക്കുമ്പോൾ വിടുതലുണ്ടാകും, സൗഖ്യം ഉണ്ടാകും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോയമ്പത്തൂരുള്ള ഒരു കുടുംബത്തിൽ ഒരു പ്രത്യേക തകർച്ച. ആ കുടുംബനാഥ കുറേ ദിവസങ്ങളായി, കുറേ മാസങ്ങളായി തളർന്നു പോവുകയാണ്. ശരീരം തളർന്നു പോകുന്നു, ശരീരത്തിലെ ബലം ചോർന്നു പോകുന്നു, ശക്തിയും ബലവും ഇല്ല, എഴുന്നേക്കാൻ പറ്റണില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ ആ സഹോദരി ആകപ്പാടെ തളർന്ന് ഇങ്ങനെ സങ്കടപ്പെട്ട് കഴിയുകയാണ്. സംസാരിക്കാൻ പറ്റുന്നില്ല, അനങ്ങാൻ പറ്റുന്നില്ല, മരിച്ച പോലെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അന്ന് അവർ വീണ്ടും വലിയൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിരിക്കുക. അതിന് മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ കോയമ്പത്തൂരും ബാംഗ്ലൂരും പല വലിയ ആശുപത്രിയെ കൊണ്ട് കാണിച്ചു. അവർ പറഞ്ഞ പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ ആ സഹോദരിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല, ശരീരം ഇങ്ങനെ തളർന്ന് ശക്തി ചോർന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ കുടുംബത്തിൽ ഞാൻ വേറൊരു അച്ഛനും കൂടി, ഞങ്ങൾ 2 അച്ഛന്മാരും കൂടെ ഒരുമിച്ച് കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കാനായിട്ട് ചെന്നു. അവിടെ ചെന്ന് ഞങ്ങൾ ആദ്യം ചെയ്ത ഒരു കാര്യം ഇതാണ്. ദൈവം ആ കുടുംബത്തിലേക്ക് തന്ന അനുഗ്രഹങ്ങളെ ഓരോന്നോരോന്നും പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. അടിയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ ദൈവം ഇടപെട്ട കഴിഞ്ഞകാല ജീവിതങ്ങളിലെ സംഭവങ്ങളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇങ്ങനെ
കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിച്ച് ദൈവത്തിന് ബലിയർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു. ആ കുടുംബത്തോടും പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം തന്ന ഓരോ അനുഗ്രഹങ്ങളെയും എണ്ണി പറഞ്ഞ് ദൈവത്തിന് ബലിയർപ്പിക്കണം. തുടർന്ന് അവരും ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് ആരംഭിച്ചു. ആ തകർച്ചയുടെ മധ്യത്തിൽ, അതാണ് യോന ചെയ്തത്. യോന തകർച്ചയുടെ മധ്യത്തിൽ മത്സ്യത്തിന് ഉദരത്തിൽ കടന്ന് തൻ്റെ ദൈവമായ കർത്താവിനോട് ചങ്ക് പൊട്ടി പ്രാർത്ഥിച്ചതുപോലെ ആ കുടുംബം അവരുടെ തകർച്ചയുടെ മധ്യത്തിൽ, അവരുടെ രോഗത്തിൻ്റെ മധ്യത്തിൽ അവർ ദൈവത്തിന് ബലിയർപ്പിച്ച്, നന്ദിയുടെ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ നന്ദിയുടെ ബലികൾ അർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്ഭുതകരമായ ഇടപെടൽ ഉണ്ടാകുകയാണ്. നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ വിശുദ്ധ ലേപനമൊക്കെ നൽകി പ്രാർത്ഥിച്ചു, പരിശുദ്ധ കുർബാന നൽകി പ്രാർത്ഥിച്ചു. അതിനുശേഷം പറഞ്ഞു, നിങ്ങൾ എഴുന്നേൽക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എഴുന്നേൽക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരി ആ നിമിഷം തന്നെ എഴുന്നേറ്റ് ഇരിക്കാൻ തുടങ്ങി. തുടർന്ന് എഴുന്നേറ്റ് നടക്കാനായിട്ട് ആരംഭിച്ചു. അത്ഭുതകരമായുള്ള ശക്തി ആ സഹോദരിയുടെ ജീവിതത്തിലേക്ക് നിറഞ്ഞു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അത്ഭുതകരമായി ദൈവത്തിൻ്റെ ശക്തി നിറഞ്ഞപ്പോൾ, അവരുടെ ശരീരത്തിലേക്ക് ദൈവത്തിൻ്റെ അഭിഷേകം നിറഞ്ഞപ്പോൾ എഴുന്നേറ്റ് നടന്ന് ദൈവത്തിനെ മഹത്വപ്പെടുത്തി. അതാണ് കൃതജ്ഞതയുടെ ബലി അർപ്പിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ, ഒരു കുടുംബത്തിലുണ്ടാകുന്ന അനുഗ്രഹത്തിൻ്റെ കഥ. മറക്കരുത്. യോനാ പ്രവാചകൻ കഷ്ടതയുടെ മധ്യത്തിൽ ഞാൻ ദൈവത്തിന് നന്ദിയുടെ ബലി അർപ്പിക്കുന്ന പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മത്സ്യത്തോട് കൽപ്പിച്ച് വിടുതലുണ്ടായതുപോലെ ലാസറിൻ്റെ കുഴിമാടത്തിങ്കൽ വന്ന് ആദ്യം കുഴിമാടത്തിങ്കിലേക്ക് നോക്കി കുറേ സമയം കരഞ്ഞതിന് ശേഷം കണ്ണുകൾ ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കി ജീവൻ നൽകാൻ ശക്തിയുള്ള പിതാവായ ദൈവത്തിന് കൃതജ്ഞതയുടെ ബലി അർപ്പിച്ച് യേശു പ്രാർത്ഥിച്ചപ്പോൾ ജീവനില്ലാത്ത ലാസറിന് ജീവനുണ്ടായതുപോലെ നിങ്ങളുടെ കുടുംബത്തിൽ ജീവനില്ലാത്ത അവസ്ഥകൾ കാണുമായിരിക്കും, രോഗത്തിൻ്റെ കെട്ടുകൾ കാണുമായിരിക്കും, പലതരത്തിലുള്ള സാമ്പത്തിക തകർച്ചകൾ കാണുമായിരിക്കും, പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ കാണുമായിരിക്കും, പാപത്തിൻ്റെ ബന്ധനങ്ങൾ കാണുമായിരിക്കും. അവയുടെ മധ്യത്തിൽ നിന്ന് കൃതജ്ഞതയുടെ ബലി അർപ്പിച്ച് ദൈവം കഴിഞ്ഞകാല ജീവിതത്തിൽ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ തലമുറയ്ക്ക്, നമ്മുടെ വംശത്തിന് നൽകിയിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളെയും കണ്ട് അതിനെ ഓർത്ത് നിരന്തരം ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനയുണ്ടാകും, ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകും. ദൈവം മത്സ്യത്തോട് കൽപ്പിക്കും, നിങ്ങൾക്ക് ജീവിതത്തിൽ വിടുതലുണ്ടാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു തുടർന്ന് ഇപ്രകാരം പറഞ്ഞു, അവൻ്റെ കെട്ടഴിക്കുക, ലാസറിൻ്റെ കെട്ടഴിക്കുക, അവൻ പോകട്ടെ, അവൻ്റെ കെട്ടഴിക്കുക, അവൻ പോകട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമായ വചനത്തിൻ്റെ ശക്തിയാൽ അവിടെ ഒരു വിടുതൽ, ഒരു അഭിഷേകം ഉണ്ടായി. ഇതാണ് 107 സങ്കീർത്തനം 20-21 വാക്യം. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യ മക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ. അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതി നന്ദി പറയട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവം ചെയ്ത ഓരോ അത്ഭുതങ്ങളെ ഓർത്ത്, ഓരോ കൃപകളെ ഓർത്ത്, ഓരോ അഭിഷേകത്തെ ഓർത്ത് ദൈവത്തിന് കൃതജ്ഞതയുടെ ബലി ഇടപെടാതെ ആലപിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിന് നന്ദിയുടെ ബലി നമ്മൾ കരയറ്റുമ്പോൾ അത്ഭുതകരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ കംപ്ലൈൻറ്റ് പറയാതെ കഴിഞ്ഞകാല ജീവിതത്തിൽ നമ്മളെ നയിച്ച കർത്താവിൻ്റെ വഴികളെ ഓർത്ത് ദൈവത്തിന് കൃതജ്ഞതയുടെ ബലി ഇടപെടാതെ ആലപിച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ അത്ഭുതകരമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് നമ്മൾ മറക്കരുത്. കംപ്ലൈൻറ്റ് പറഞ്ഞത് കണ്ട് കാര്യമില്ല, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം, ദൈവത്തിന് കൃതജ്ഞതയുടെ ബലി അർപ്പിക്കണം. അപ്പോൾ വലിയ വ്യത്യാസം ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യാശയോടുകൂടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. കണ്ണുകളടച്ച് ദൈവം നമ്മുടെ കുടുംബത്തിൽ ചൊരിഞ്ഞ കഴിഞ്ഞ കാലത്ത് പല അപകടങ്ങൾ നമ്മളെ രക്ഷിച്ചു, അനർത്ഥങ്ങൾ നമ്മളെ മോചിപ്പിച്ചു, തിന്മകൾ നമ്മളെ രക്ഷിച്ചു. ദൈവം ചെയ്ത അത്ഭുത കൃത്യങ്ങളെ കണ്ട് ദൈവത്തിന് നന്ദി പറയുക. ഈ സമയത്ത് തന്നെ നിങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. യേശുവേ നന്ദി, യേശുവേ സ്തുതി എന്ന് പറയുമ്പോൾ, അത് ഉള്ളിൽ തട്ടി പറയുമ്പോൾ അത് കൃതജ്ഞതയുടെ ബലിയാണ്. പ്രിയപ്പെട്ടവരെ, നന്ദി പറഞ്ഞ് ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ വചനം കേൾക്കുന്ന സകല മക്കളും അവരിയ്ക്കുന്ന സ്ഥലത്തുനിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തി ശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കട്ടെ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഓർത്തോർത്ത് ദൈവത്തിന് കൃതജ്ഞതയുടെ ബലി അർപ്പിച്ച് ഇപ്പോൾ തന്നെ പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിക്കട്ടെ. രോഗത്തിൻ്റെ കെട്ട് അഴിയട്ടെ, ശാപത്തിൻ്റെ കെട്ട് അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, മറ്റ് പല തകർച്ചകളും മാറട്ടെ, കുടുംബത്തിലുള്ള തിന്മകൾ വിട്ടുപോകട്ടെ, പൈശാചിക വിട്ടുപോകട്ടെ, സാത്താന്റെ തട്ടിപ്പുകൾ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സകല മക്കളും പ്രാർത്ഥിക്കട്ടെ,
സ്വരമുയർത്തി ശക്തിയോടെ ദൈവത്തിന് നന്ദി പറഞ്ഞ് കൃതജ്ഞതയുടെ ബലി കരയറ്റി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോനായോട് ചേർന്ന് ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അനുസരണക്കേട് ഞങ്ങൾ കാണിച്ചു കർത്താവേ, എങ്കിലും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറഞ്ഞ് ബലിയർപ്പിച്ചതാ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് ഇടപെടണമേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെടണമേ, ഞങ്ങളുടെ നിലവിളി അങ്ങ് കേട്ട് ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, മാറാനാത്ത. നമ്മുടെ മുമ്പിൽ മഹത്വത്തോടെ എഴുന്നള്ളിയിരിക്കുന്ന ജീവിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മൾ ആരാധിക്കുകയാണ്. അവിടുത്തേക്ക് കൃതജ്ഞതയുടെ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് പ്രിയപ്പെട്ടവരെ. തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലേക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചൊരിഞ്ഞ ഓരോ അനുഗ്രഹങ്ങളെയും ഓരോ കൃപകളെയും ഓർത്തോർത്തോർത്ത് നന്ദിയുടെ ബലി ഈ സമയത്ത് തന്നെ ദൈവത്തിന് നമ്മൾ കൊടുക്കുമ്പോൾ അത്ഭുതകരമായ ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. എല്ലാ ദൈവമക്കളും നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന ജീവിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന് നന്ദിയുടെ ബലി സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ആരംഭിക്കട്ടെ. കണ്ണുകളടച്ച് രണ്ട് കരങ്ങളും ഉയർത്തി ശക്തിയോടെ, ജീവനോടെ, കൃപയോടെ, ഉത്സാഹത്തോടെ, ഉണർവോടെ ജീവിക്കുന്ന കർത്താവിന് നന്ദിയുടെ ബലി അർപ്പിച്ച് ഉറക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈ സമയത്ത് നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ വീടുകളിൽ തളർന്നിരിക്കുന്ന മക്കളുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കാനായിട്ട് ആരംഭിക്കുന്ന സമയമാണ്. തളർന്നു പോയിട്ടുള്ള സകല മക്കളുടെ ശരീരത്തിൻ്റെ മേലും അത്യുന്നതനായിട്ടുള്ള ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ തന്നെ നിറയപ്പെടാൻ വേണ്ടി നിങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ കാലത്ത് നമ്മുടെ കുടുംബങ്ങളിലേക്ക് യേശു ക്രിസ്തു തന്ന അനുഗ്രഹങ്ങളെ ഓർത്തോർത്ത് നന്ദി പറഞ്ഞ് ദൈവത്തെ ശക്തമായിട്ട് മഹത്വപ്പെടുത്തുക. ഏതെങ്കിലും കുടുംബത്തിൽ വ്യക്തികൾ തളർന്നിരിപ്പുണ്ടെങ്കിൽ, രോഗം പിടിച്ചിരിപ്പുണ്ടെങ്കിൽ, തകർച്ചയിലിരിപ്പുണ്ടെങ്കിൽ അവരുടെ ശിരസിലേക്ക് അടുത്തിരിക്കുന്ന വ്യക്തി ആ കൈകൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൻ്റെ ശക്തിയാൽ സൗഖ്യങ്ങളും വിടുതലും അഭിഷേകങ്ങളും ഒഴുകുന്ന സമയമാണ്. അത്ഭുതകരമായിട്ടുള്ള സ്വർഗത്തിൻ്റെ ശക്തി അവരിലേക്ക് നിറയപ്പെടുന്ന സമയമാണ്. വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പിതാവേ, അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്വർഗത്തിൻ്റെ ശക്തി ഇപ്പോൾ തന്നെ തളർന്നിരിക്കുന്ന മക്കളിലേക്ക്, രോഗം പിടിച്ചിരിക്കുന്ന മക്കളിലേക്ക്, തകർന്നു പോയിട്ടുള്ള മക്കളിലേക്ക് അങ്ങ് വർഷിച്ച് അത്ഭുതകരമായിട്ടുള്ള വിടുതൽ ഉണ്ടാകട്ടെ, അത്ഭുതകരമായുള്ള സൗഖ്യം ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം ഉണ്ടാകട്ടെ. ലാസറിനെ ഉയർപ്പിച്ച് യേശുവിൻ്റെ ശക്തി നിറയട്ടെ. യോനായ്ക്ക് വിടുതൽ നൽകിയ ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ തന്നെ നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം. ഗ്ലോറി, 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 ഗ്ലോറി. സാമ്പത്തിക പരാധീനതകളിലും തകർച്ചലും കഴിയുന്ന വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് അനുസരണക്കേടിനെ ഓർത്ത് മാപ്പ് ചോദിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ കൃതജ്ഞതയുടെ ബലി അർപ്പിച്ച് അവിടുത്തെ ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം. തുടർന്ന് പ്രിയപ്പെട്ടവരെ, ആ ദിവ്യകാരുണ്യ ഈശോയുടെ കൃപ ശക്തിയായി അഭിഷേകമായി നമ്മളിലേക്ക് നിറയപ്പെടാൻ വേണ്ടി എല്ലാം മറന്ന് എല്ലാ ദൈവമക്കളും ലോകത്തെമ്പാടും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല ജാതി മതസ്ഥരും സകല മക്കളും ജീവിക്കുന്ന കർത്താവിനെ ആരാധിക്കട്ടെ. കരങ്ങൾ ഉയർത്തി കുറച്ചും കൂടെ ജീവനോടെ യേശു ക്രിസ്തുവിനെ ആരാധിച്ച് അവിടുത്തെ ശക്തിയും അഭിഷേകവും സ്വന്തമാക്കട്ടെ. ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ സ്പർശിക്കണമേ, കർത്താവെ കെട്ടഴിക്കണമേ, കർത്താവെ വിടുതൽ നൽകണമേ, യേശുവെ അഭിഷേകം ചെയ്യണമേ, യേശുവെ ശക്തിപ്പെടുത്തണമേ, യേശുവെ നിറവ് നൽകണമേ, യേശുവെ ഉണർവ് നൽകണമേ, യേശുവെ രോഗങ്ങൾ മാറ്റണമേ, യേശുവെ പീഡകൾ മാറ്റണമേ, പൈശാചിക കെട്ടുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, യേശുവിൻ്റെ ശക്തി നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി. യേശുവെ നന്ദി, യേശുവെ സ്തുതി. ഹല്ലേലൂയ, മാറാനാത്ത. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഷിജോ. ഞാൻ ഇരിഞ്ഞാലക്കുട നിന്ന് വരുന്നു. എനിക്ക് ഒരു 16 വർഷം മുമ്പ് ഒരു ആക്സിഡൻ്റ് ഉണ്ടായതിനെ അതിനെ തുടർന്ന് സെർവിക്കൽ സ്പോണ്ടിലൈസിസ് എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടായിരുന്നു. അത് എൻ്റെ കഴുത്തിലെപ്പോഴും വേദനയുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനൊന്നും പറ്റില്ല. തിരിച്ചാൽ തന്നെ വലിച്ചിൽ അനുഭവപ്പെടും. പക്ഷെ ഇവിടെ വന്ന് ഒരു 3 സമയത്തായിട്ട് ഒന്നുകൂടെ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോഴും അതിനുശേഷം ആരാധനയുടെ ടൈമിലും വീണ്ടും കൗൺസിലിംഗ് ടൈമിലും എനിക്ക് കഴുത്തിൻ്റെ ഭാഗത്തും തലയുടെ ഇടതുവശത്തുമായിട്ട് ഒരു തണവ് അനുഭവപ്പെട്ടു. എന്തോ ഒരു
എന്തിങ്ങനെ ഇറങ്ങി വരുന്ന പോലെ അനുഭവപ്പെട്ടു. ഇപ്പം എനിക്ക് കഴുത്ത് വളരെയധികം ഫ്രീ ആയിട്ട് അനുഭവപ്പെടുന്നു. ആ വേദനകളൊന്നും അനുഭവപ്പെടുന്നില്ല. എത്ര വർഷമായിട്ടുള്ള രോഗമാണ്? ഇതൊരു 16 വർഷത്തോളമായിട്ടുണ്ട്. 16 വർഷമായ അസ്ഥി സംബന്ധമായ രോഗമാണ്. ഇവിടുത്തെ സ്തുതിപ്പിൻ്റെ സമയത്ത്, ആരാധനയുടെ സമയത്ത്, കൗൺസിലിങ്ങിൻ്റെ സമയത്ത്, തൈലം പൂശി പ്രാർത്ഥന സമയത്ത് ഈശോ ആ സ്പോട്ടിൽ ഒരു തണുപ്പ് ഇറങ്ങുന്ന അനുഭവം കൊടുത്തു. ഇപ്പോൾ പൂർണ്ണമായ രോഗം വിട്ടുമാറിയിരിക്കും. ഇപ്പോൾ വേദന കഴുത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടത്തോട്ടും വലത്തോട്ടും തിരിക്കാവോ? പ്രൈസ് ദ ലോർഡ്. നേരത്തെ എങ്ങനെ തിരിക്കാൻ പറ്റുമായിരുന്നോ? ഇരിക്കാൻ പറ്റും, പക്ഷെ ഭയങ്കര വലിച്ചു അനുഭവപ്പെടും, വേദന ഉണ്ടാവും. ഇപ്പൊ വേദനയുണ്ടോ? വേദന അനുഭവപ്പെടുന്നില്ല. കൈയടിച്ച് സ്വയം മാറ്റപ്പെടുത്താം. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, നന്നായി കൈയടിച്ച്. അവിടുന്ന് നല്ലവനാണല്ലോ. ഇടത്തോട്ടും വലത്തോട്ടും. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണല്ലോ. എൻ്റെ പേര് സിജോ. ഞാൻ കോയമ്പത്തൂർ മേട്ടുപാളയം അടുത്തു വരുന്നത്. എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 2 കൊല്ലം മുന്നേ ഞാനവിടെ ഒന്ന് പ്രാർത്ഥിച്ചു പോയതിന് ശേഷം എനിക്ക് വിദേശത്തൊരു ജോലി കിട്ടി. നല്ല ശമ്പളം ഉണ്ടായിരുന്നു. ജോലി ഇല്ലാതെ ഇത്തിരി കാലങ്ങൾ വളരെ ബുദ്ധിമുട്ടി ഈ സഹോദരൻ ഒരു ധ്യാനത്തിൽ വന്ന് കർത്താവ് യേശുവിനെ നന്നായി ആരാധിച്ച്, അങ്ങനെ നന്നായി ആരാധിച്ച് ധ്യാനം കൂടിയ സഹോദരന് അത്ഭുതകരമായി ജോലി തടസ്സം മാറി. വിദേശത്ത് കർത്താവ് ജോലി കൊടുത്ത. ആ ജോലി കിട്ടിയത് ധ്യാനത്തിന് ശേഷമല്ലേ? എപ്പോഴാണ് ജോലി കിട്ടിയത്? 2 കൊല്ലം മുന്നേ. 2 കൊല്ലം മുമ്പ് ധ്യാനം കൂടിയതിന് ശേഷം. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഇവിടെ ധ്യാനം കൂടി 2 വർഷം മുമ്പ്. ആദ്യത്തെ ധ്യാനം കൂടിയത് 2 വർഷം മുമ്പ്. പിന്നെ എനിക്ക് കോഴിമുട്ട കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ കോഴിമുട്ട കഴിക്കാൻ പറ്റില്ലായിരുന്നു. കഴിച്ചു കഴിഞ്ഞാൽ വയറുവേദന എടുക്കും. എന്തെങ്കിലും ഭക്ഷണത്തിൽ കോഴിമുട്ട ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ പറയും, ഈ ഭക്ഷണത്തിൽ കോഴിമുട്ട ചേർത്തിട്ടുണ്ട്. ദോശ അല്ലെങ്കിൽ നൂഡിൽസ് അല്ലെങ്കിൽ അങ്ങനെ എന്ത് തന്നെയായാലും കോഴിമുട്ട ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ എനിക്ക് പറയാൻ പറ്റും ഈ ഭക്ഷണത്തിൽ കോഴിമുട്ട ചേർത്തിട്ടുണ്ടാകുന്നു. അപ്പോൾ അത്രമാത്രം എനിക്ക് വയറുവേദനയും, ഞാൻ തല കുത്തിയാണ് നിൽക്കാറ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ചൊവ്വാഴ്ച പ്രാർത്ഥിച്ച് കൗൺസിലിംഗ് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ഇവിടെ തന്ന കോഴിമുട്ട കഴിച്ചു. എനിക്കൊരു വയറുവേദന ഉണ്ടായാലും ഒരു കുഴപ്പമുണ്ടായിരുന്നു. കൈയടിച്ച് അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് അഹ്റോന്റെ ഭവനം പറയട്ടെ.